ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തലശ്ശേരി കടപ്പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് പൂരമുക്കിൽ നടന്നു പോവാണ്. അപ്പോൾ ഞാനവിടുന്ന് കുറേ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഡാൻസൊക്കെ കളിച്ചത്. പിന്നെ ഇവിടെ തോട്ടിൽ മൊത്തം വേസ്റ്റ് വെള്ളമാണ്. അവിടെ അടച്ചിട്ടുണ്ട്, എന്നാണെന്നറിയില്ല. പിന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓട്ടോയിൽ വന്നു. എന്നിട്ട് ബസ്സിൽ കയറി കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ ഇതിപ്പോൾ മട്ടന്നൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബസ്. മട്ടന്നൂർ കഴിഞ്ഞ് കൂത്തുപറമ്പ് കഴിഞ്ഞ് തലശ്ശേരി എത്തണം. തലശ്ശേരി എത്തിയെന്ന് നമ്മൾ ബസ് ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ബസ് ഇറങ്ങിയുള്ള ഷോയാണ് കാണുന്നത്. യെസ്, ബസ് ഇറങ്ങി നടന്നു അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് കടപ്പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ. അപ്പോൾ കടപ്പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആമിയുണ്ട് ആ സൈഡിൽ ഇരുന്നിട്ട്. കുറേ ബസ്സൊക്കെ കണ്ടു. കടപ്പുറത്തെത്തിയതിന് ഭയങ്കര സ്മെല്ലേനു കേട്ടോ. ഒരു രീതിയിൽ അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ലേനു. കുറേ പരുന്തെല്ലാം പറക്കുന്നുണ്ടേനു. അവിടെയെല്ലാം എന്താ ക്ലോസ് ആക്കിയിട്ടുള്ളത്, പാലെല്ലാം അടിച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ പാലത്തിൻ്റെ അങ്ങ് ലാസ്റ്റ് വരെ പോകാൻ പറ്റുന്നു. അടിപൊളിയേനു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി വന്നിട്ട് പിന്നെ നമ്മൾ മീൻ മാർക്കറ്റിലെല്ലാം പോയി കുറേ മീനെല്ലാം കണ്ട് എന്നിട്ട് നമ്മൾ നേരെ നടന്നു പോന്ന. അതായത് ഇവർക്കിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കി നടക്കുന്നതാണ്. എവിടെ ഇവർക്ക് കളിക്കാനില്ല. പിന്നെ നല്ല വെയിലായിട്ട് പിന്നെ നമ്മളൊരു നായ്ക്കുട്ടീനെ കണ്ടു. അതിന് നമ്മളെ പുറകെ തന്നെ വരുന്നേന്. നല്ല രസമുള്ള മീനെല്ലാം തിന്ന് നല്ല തടിച്ച് കൊടുത്ത നല്ല ഉണ്ട നായ്ക്കുട്ടി നമ്മളെ പുറകെ തന്നെ വരുന്നേനും. അത് പാവം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. കൊണ്ടുവരായിരുന്നു ഒപ്പര. നമ്മളെ പുറകെ തന്നെ വരുന്നത്. നമുക്ക് പാവം തോന്നി അതിന്. പക്ഷെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. പാവം നായിക്കുട്ടി. പരുന്തെല്ലാം ഫുള്ള് പറക്കുന്ന. തലേൻ്റെ മേലെ കൂട്ടില്ല ഒരേ പറക്കല. ഈ മീനെല്ലാം കൊത്തി തിന്നാൻ വേണ്ടിട്ട് വരുന്നത്. അതെ, ഒരു വൃത്തിയില്ല കേട്ടോ, സത്യം പറയാലോ. ഒരു വൃത്തിയില്ലാതെ നിൽക്കാനേ തോന്നിയില്ല. സ്മെല്ലും ഇതെല്ലാം ആയിട്ട്. നമുക്ക് ഇങ്ങനെ മീൻ മാർക്കറ്റിലെല്ലാം പോയി കുറേ മീനെല്ലാം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സ്മെല്ലാണെങ്കിലും എല്ലാം കാണാൻ ഭയങ്കര രസമല്ലേ. അങ്ങനെ പോയാ വെറുതെ. പിന്നെ ഇതാ കുറേ ഇങ്ങനെ മീനെല്ലാം കാണുന്നുണ്ട്. ഇത് കൊഞ്ചൻ, പിന്നെ മറ്റേത് ഇത് പുയ്യാപ്പിള, നമ്മളതിന് പുയ്യാപ്പിളന്ന് പറയാം. ഞണ്ട്, കൊഞ്ച്, ആഗോലി, കല്ലുമ്മക്കായ നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതായത് രാവിലെ വാങ്ങിയിട്ട് ബാഗിലിട്ടുകൊണ്ട് എവിടെ കയ്യിലായാലും പിടിക്കാൻ പറ്റൂലല്ലോ. നമ്മളിങ്ങനെ ഇതും തൂക്കിക്കൊണ്ട് നടക്കണ്ടേ. അപ്പോൾ പിന്നെ വെയിലിൻ്റെ ചൂടുകൊണ്ട് അതിൽ പഴകിപ്പോയാലോ. അതുകൊണ്ട് നമ്മളത് വാങ്ങാണ്ട് നമ്മൾ പിന്നെയും നമ്മൾ നടന്നു പോകുന്നതാണ്. നടന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ബീച്ചും കരയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ പോയി. ഇവിടെ ഭയങ്കര വെയിലായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം പോകുന്നതാണ് നല്ലത്. വൈകുന്നേരം അവിടെ കുറേ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പിയൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് വല്ലാതെ ഇതായി. നമ്മളപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുക. പിള്ളേർ ചിരിക്കുന്നുണ്ടോ. നമ്മൾ ഓടി രക്ഷപ്പെടുക. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തളർന്നു. നമ്മൾ നല്ല വെയിലടിച്ചപ്പോൾ നമ്മൾ നേരെ കൂൾ ബാറിലേക്കാണ് പോയത്. കൂൾ ബാർ പോയി. പിന്നെ ഞാൻ ഫലൂദയും ഇവർ രണ്ടാളും ചോക്ലേറ്റ് ഐസ്ക്രീമും കഴിച്ചു. വായിൽ വെക്കാൻ കൊള്ളത്തില്ല ചോക്ലേറ്റ് ഐസ്ക്രീം. അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് എൻ്റെ ഫേവറേറ്റ്. പക്ഷെ ഫലൂദ അടിപൊളിയായിരുന്നു. അവിടുത്തെ ഞാൻ വേറെ ഒരു രസമില്ല. അതുകൊണ്ട് ഞാൻ വെച്ച് മതി ഫലൂദ വേണ്ട. അതൊന്നും കഴിച്ചാൽ തീരൂല. അതുകൊണ്ട് ഇത് പിന്നെ കുറച്ചേ ഉണ്ടായിട്ട് ഇവര് കഴിക്കുന്നതിന് മുമ്പ് വാട്ടാ അതിന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല അടിപൊളിയായിരുന്നു. കുറേ നട്ട്സെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് കഴിച്ചിരുന്നു. അത് തിന്ന് കഴിഞ്ഞിട്ട് അത് തിന്നിട്ട് നല്ല വയറ് നിറഞ്ഞ്. എന്നിട്ട് ഇവർ പറഞ്ഞ ബ്രൗണി എന്തോ കേക്ക്, അങ്ങനെ ബ്രൗണി കേക്ക്. എന്നിട്ട് അത് ഓർഡർ ചെയ്ത്
എന്നിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, പക്ഷെ മാമിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ മുട്ടയുടെ ചോയവേ ഉണ്ടായിരുന്നു. അത് ചൂടോടെ എടുത്തോണ്ടെത്താൻ നമുക്ക് ആ ഓവനിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ട് ചൂടായ അവസാനം അപ്പം തന്നെ നമ്മൾ കുക്കായിക്കൊണ്ടിരുന്ന സാധനം എടുത്തുകൊണ്ട് തന്ന പോലെ ഉണ്ട്. ആ മുട്ടേൻ്റെ ആ ഒരു ഇതൊന്നും മാറിയിട്ടില്ല. എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറയുന്ന ആൾ നല്ല വലിച്ചു വരി കഴിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇല്ല, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കി, വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവർക്ക് അങ്ങ് വിട്ടുകൊടുത്ത്. പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടല്ല, പിന്നെ അവന് അത് അങ്ങോട്ട് തിന്നലായി. പിന്നെ ഞാൻ പിന്നെയും വിചാരിച്ചിരുന്നു പിന്നെ ഓർഡർ ചെയ്യാന്ന്. പക്ഷേ ഒരു ബ്രൗണി കേക്കിനില്ലേ 150 രൂപയാണ്. കഴിച്ചിട്ട് എത്രയാ 580 റുപ്യ അങ്ങനെ നമുക്ക് അതിന് കേട്ടോ. മാമി പിന്നെ പാപ്പരായോണ്ട് നമ്മൾ പിന്നെ പാപ്പര് എന്തെല്ലാം ഇന്നെ മുടിപ്പിച്ചിന്, സഹകരിച്ചു കൊടുത്തു. മൊത്തം വാങ്ങിപ്പിച്ചിന്. ഇതെല്ലാം മേടിച്ചു കൊടുത്തു. ഐസ്ക്രീമും പിന്നെ ഷവർമ്മ ഇതെല്ലാം മേടിച്ചു കൊടുത്തു. ഞാൻ മുടിഞ്ഞിന്. പിന്നെയും നമ്മൾ ഓട്ടോയിലേക്ക് കയറി പോയി. കോട്ടയല്ലായിരുന്നു, കോട്ടയിലേക്കായിരുന്നു പിന്നെയുള്ള യാത്ര മുഴുവൻ. കോട്ടയിലായിരുന്നു. കോട്ടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലശ്ശേരി അല്ല, കോട്ടയിലല്ലേ, നമ്മൾ വേറൊരു ബീച്ചിലായിരുന്നു പോയത്. ഇത് ഇങ്ങനെ പാറക്കെട്ടുള്ളത് പാർക്ക് പോലെയുള്ള ഒരു ഇതാണ്. പക്ഷെ ആ ടിക്കറ്റ് കൊണ്ടോണ്ട് നമ്മൾ കയറിയില്ല. പിന്നെ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ സൈഡിൽ കുറച്ച് സമയം നിന്ന് ഇവരിങ്ങനെ ഈ പാറേൻ്റെ ഇതിൽ കൂടി ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് നമ്മൾ. പക്ഷെ നല്ല വെയിലായിട്ട് ഒരു കോട എടുക്കാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഇവിടെയെല്ലാം പോകുമ്പോൾ വൈകുന്നേരം പോകണം. പക്ഷെ നമ്മൾ പിന്നെ ബസ്സിലെല്ലാം പോകുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇവിടുന്ന് കുറേ ദൂരമുണ്ട് കണ്ണൂരേക്ക്. തലശ്ശേരിയിലേക്ക് ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് രാവിലെ അങ്ങ് ഇറങ്ങി. കാരണം നമ്മൾ വൈകുന്നേരം ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഇങ്ങോട്ടേക്ക് വരെ ബസ്സൊന്നും ഉണ്ടാവില്ല. പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകണം. ഇനി നമ്മൾ പറയുന്ന സമയത്ത് നമ്മളാരും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ അങ്ങ് പോയി. പൈസ അന്ന് നമ്മളോട് പറഞ്ഞ് പോയിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ 3 ആളും കൂടി പോയി അടിച്ച് പൊളിച്ച്. നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ മടുത്തിട്ടാ കളി എന്ന് വെച്ചാൽ വെയിലായതുകൊണ്ട് അധികം കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ കണ്ടൊരു പൂവാട്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നിലത്ത് പടർന്ന്. പിന്നെ ഇതെന്തോ ശ്മശാനം പോലെ അവിടെ കുറേ മുസ്ലിം പള്ളി കേട്ടോ അത്. അവിടെ കുറേ ശ്മശാനം അവിടെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക. പിന്നെ ജയിൽ കേട്ടോ ഇത്, തലശ്ശേരി സബ് ജയിൽ. നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കുന്ന കേട്ടോ, റോഡിലൂടെ നടന്ന് മടുത്തിട്ട വെയിൽ. പിന്നെ പിന്നെയും നമ്മൾ ഓട്ടോ കയറി കേട്ടോ. ഇനിയുള്ള പോക്ക് കോട്ടയിലേക്കാണ്. വീണ്ടും നമ്മൾ ഓട്ടോ പിടിച്ച്. ഞാൻ പറയുന്നട്ടോ, 3ാമത്തെ തവണ ഓട്ടോ പിടിക്കുന്നതെന്ന് പറയുന്ന. 3ാമത്തെ തവണ നമ്മൾ ഓട്ടോ പിടിച്ച്. ഇനിയുള്ള പോക്ക് ഭയങ്കര വെയിലാണ്. വെയിലിൻ്റെ ചൂട് വെള്ളം കുടിച്ച് മടുത്ത്. നമ്മൾ 2 കുപ്പിയിൽ വെള്ളം എടുത്തിട്ടാണ് പോയത്. അപ്പം നേരെ നമ്മൾ കോട്ടയിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം തലശ്ശേരി ബസ് സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ. തലശ്ശേരി അടിപൊളിയാണ്, പക്ഷേങ്കിൽ അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയാണ്. കടപ്പുറം ഒരു രക്ഷയില്ല, ഭയങ്കര സ്മെല്ലും ഇതെല്ലാം. നമ്മൾ നേരെ കോട്ടയിലെത്തി. ഇപ്പം എന്നിട്ട് എന്തെല്ലോ ഷൂട്ടെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കറിയാം പോലും, അതൊരു വ്ളോഗറുടെ വന്നിട്ട് ഷൂട്ടിംഗ് ഒക്കെയായിരുന്നു. പിന്നെ ഉണ്ടായതാ ഇവിടെ അടിപൊളി. ഇവിടെ എത്തിയപ്പോൾ അന്നൊന്ന് സമാധാനമായ. കാരണം ഇവിടെ നല്ല ഭയങ്കര ശാന്തമായ, നല്ല വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരിത്. എന്നുണ്ടോ കോട്ടയിലെ കാഴ്ചകളാണ് കാണുന്നത്. അടിപൊളിയായിട്ട് ഇവിടെ വരാൻ. പിന്നെ സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടും എന്തെല്ലോ. ഇവിടെ ഞായറാഴ്ച ഫുള്ള് ആൾക്കാരാണ്, അല്ലാത്ത ദിവസം ആൾക്കാരെ ഉണ്ടാവില്ല. കുറേ കപ്പിൾസാണ് ഫുള്ള്. നമ്മളിങ്ങനെ നടന്ന് കളിച്ച് ഇവിടുന്ന് കുറേ സമയം. ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ഓക്കെ ആയ നമ്മൾ. അതാണ് ഇത് സേവ് ദ ഡേറ്റിൻ്റെ എന്തോ ഫോട്ടോഷൂട്ട് അങ്ങനെ. അവർ മലയാളികളെല്ലാം തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത്. ചേച്ചീൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നല്ല ചെടിയെല്ലാം ഉണ്ട്. കോട്ടയിൽ വരാത്തവർ ഒന്ന് വരുക, അടിപൊളിയാട്ടോ. ബീച്ചിൽ വരണ്ട, ബീച്ചിൽ പോകണ്ട, കടപ്പുറത്ത് പോവുകയും വേണ്ട. അയ്യോ
നമുക്ക് ഈ നമ്മൾ വാങ്ങിയ കല്ലുമ്മക്കായി ഇതെല്ലാം തിന്നുമ്പോണ്ടല്ലോ നമുക്ക് ആ ഒരു കടപ്പുറത്തിൻ്റെ അതാ ഓർമ്മ വന്നത്. ശരിക്കും അങ്ങനെ കഴിക്കാൻ തോന്നില്ല. അത്രത്തോളം ആ കടപ്പുറത്തന്നെ വെറുത്തു പോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ മീൻ ഇങ്ങനെ വരുന്നതിന് പിന്നെ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പരുന്തെല്ലാം വരുന്നത്. പിന്നെ ആ ഒരു സ്മെല്ല്. പിന്നെ നമുക്ക് പക്ഷേങ്കിൽ മീൻ കടപ്പുറത്ത് മീൻ മാർക്കറ്റിലെല്ലാം പോകാനുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ പോയതാണ്. മാത്രമല്ല ഇനി നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇനി നമ്മൾ കണ്ണൂർ ബീച്ചിലേ പോവും. പിന്നെ കുറേ സമയം ഇവിടെ ഇരുന്ന് കേട്ടോ. ആ മരത്തിൻ്റെ നല്ല സുഖമുണ്ട് അവിടെ ഇരിക്കും. കുറേ സമയം നമ്മൾ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ടേനോ. ഞാൻ ഇവരോട് പറഞ്ഞ് മതി ഇറങ്ങുന്നിട്ട് മാറിയിരിക്കുക ചെയ്തേ. കാരണം ഇവിടുന്ന് താഴേക്ക് നോക്കാൻ നല്ല രസമുണ്ട്. കാരണം നല്ല കാറ്റും വെയിലില്ല. ആ മരത്തിൻ്റെ ഇത് വീണ്ടും നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇത് ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിലത്ത് ഒരു രക്ഷയില്ല. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ സമയം ഇരുന്ന് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ ഇങ്ങനെ ഫോട്ടോഷൂട്ടും ഇതെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്ന് നല്ല രസമാണ്. നല്ല കാറ്റും ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാൻ കേട്ടോ. വെറുതെ ഇരിക്കാൻ നല്ല ഷവർമ കഴിച്ചു. പിന്നെ നമ്മളിങ്ങനെ ഏകദേശം നമ്മൾ വീട്ടിൽ പോകേണ്ട ഒരു ഇതിലായി. പിന്നെ നമുക്ക് അൽഫാമ നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മൾ കുറേ സമയം നടന്ന് നമുക്കിങ്ങനെ ഇവിടെ തലശ്ശേരി അങ്ങനെ ഹോട്ടൽ എവിടെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. കുറേ സമയം നടന്ന് എവിടെയൊന്നും കണ്ടില്ല. എങ്ങനെയോ ഒന്ന് കിട്ടി. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ അത്രത്തോളം അടുത്തിന് വിശന്നിട്ടല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഹോട്ടലിൽ കയറി. ഷവർമ അടിപൊളിയാണ് കേട്ടോ. ഷവർമ അടിപൊളി. ഒരു മാങ്ങ പോലത്തെ ഒരു സാധനം കിട്ടി. അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ്. മാങ്ങേനേക്കാളും ടേസ്റ്റ് ഉണ്ട് അത്. മാങ്ങേൻ്റെയും ചാമ്പക്കേൻ്റെയോ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ഒരു ടേസ്റ്റ്. ചാമ്പക്ക അതല്ല, അങ്ങനത്തെ എന്തോ ഒരു സാധനം. അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. കമൻറ്റ് ചെയ്യണേ. അടിപൊളിയാണ് കേട്ടോ. ഷവർമ അടിപൊളിയായിരുന്നു. സ്റ്റാൻഡിൽ തന്നെ ഇത് സ്റ്റാൻഡിൽ. പിന്നെ നല്ല ലൈമും ഈ ചൂടിന് നല്ല രസമുണ്ടായിരുന്നു. ലൈമും ഒരു കയ്യിൽ ഫോണില്ലോണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ലൈം ഓടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇവിടുന്ന് ആംബുലൻസ് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഇരട്ടി ബസ്സിന് കയറി. മടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ അത്രത്തോളം മടുത്തിന്. വെയിലെല്ലാം കൊണ്ട് നല്ല തലയെല്ലാം വേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെ വീട്ടിലേക്കുള്ള കൂരമുക്കിലിറങ്ങി വീട്ടിലേക്ക് ഓട്ടോ കയറി ഒന്ന് പോകുന്നതാണ്. എന്നാൽ വീഡിയോ കഴിഞ്ഞു. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.